2024 IPL സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. വലിയ ഗംഭീര ടീമുകളടക്കം നല്ല നിരവധി പ്ലേയേഴ്സിനെ വിളിച്ചെടുക്കുകയും അതിന് മാത്രമല്ല പ്ലേയേഴ്സൊക്കെ നല്ല കഠിനാധ്വാനം ചെയ്ത് IPL ഇപ്രാവശ്യം കപ്പെടുക്കാൻ വേണ്ടിയുള്ള ഒരു കഠിന മത്സരം തന്നെ നമുക്ക് ഇനി കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ വളരെ ചർച്ചയാകുന്ന മറ്റൊരു വിഷയമാണ് ലേലത്തെ പറ്റിയുള്ള കാര്യങ്ങൾ. നിരവധി താരങ്ങളെ നിരവധി ആളുകൾ കോടിക്കണക്കിന് രൂപയ്ക്കാണ് ലേലത്തിന് വിളിച്ചുകൊണ്ട് പോയത്. അത്തരത്തിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ഡൽഹി സ്വന്തമാക്കിയ നമ്മുടെ സ്വന്തം താരമാണ് ഋഷഭ് പന്ത്. ഋഷഭ് പന്തിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല സൂപ്പർ വിക്കറ്റ് കീപ്പർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ധോണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ധോണിക്ക് ശേഷം ആരെന്ന ചോദ്യത്തിന്റെ ഉത്തരമായിരിക്കാം ഋഷഭ് പന്ത്. കിടിലൻ ബാറ്റിങ്ങും അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വിക്കറ്റ് കീപ്പിങ്ങും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഒരു അസറ്റ് തന്നെയാണ് ഋഷഭ് പന്ത്. ഋഷഭ് പന്തിനെ ഏകദേശം 29 കോടി രൂപയ്ക്കാണ് ഡൽഹി ടീം സ്വന്തമാക്കിയിരിക്കുന്നത്. ഇത്രയും രൂപയ്ക്ക് ഡൽഹി ടീം സ്വന്തമാക്കിയ മറ്റൊരു താരമുണ്ടോ എന്നൊരു കാര്യത്തിൽ തന്നെ സംശയം നിലനിൽക്കുകയാണ്. ഋഷഭ് പന്ത് എന്നൊരു ക്രിക്കറ്റ് താരത്തിനപ്പുറം അദ്ദേഹം ഒരു ബിസിനസ്മാനും അതോടൊപ്പം തന്നെ നിരവധി കമ്പനികളിൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതും അതിന് മാത്രമല്ല കോടീശ്വരനുമാണ് അദ്ദേഹം. നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അദ്ദേഹത്തിന്റെ കുറച്ച് സ്വത്ത് വിവരങ്ങളൊന്ന് അന്വേഷിച്ചറിയാം. അല്ലെങ്കിൽ നമുക്കറിയാവുന്ന മാത്രമായിട്ടുള്ള സ്വത്തുക്കളെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അദ്ദേഹത്തിന് ഏകദേശം 120 കോടിയുടെ നെറ്റ്വർത്ത് ആണ് ഉള്ളത്. നിരവധി കാറുകളും അതോടൊപ്പം തന്നെ നിരവധി ബിസിനസ്സുകളിൽ നിന്നും ഇൻവെസ്റ്റ്മെന്റുകളിൽ നിന്നും മാത്രമാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള സ്വത്തുക്കൾ ലഭിക്കുന്നത്. എന്നാൽ അതിനപ്പുറം അദ്ദേഹത്തിന് BBC നിന്നും അതുപോലെ തന്നെ ക്രിക്കറ്റിൽ നിന്നും കിട്ടുന്ന വരുമാനം വേറെയുമുണ്ട്. BCC നിന്നും അദ്ദേഹം ഏകദേശം 3 കോടി രൂപയാണ് പ്രതിഫലമായി മേടിക്കുന്നത്. ODIയിൽ നിന്നും അദ്ദേഹം ഏകദേശം 6 ലക്ഷം രൂപയാണ് പ്രതിഫലമായി മേടിക്കുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുമ്പോൾ അദ്ദേഹം ഏകദേശം 15 ലക്ഷം രൂപ പ്രതിഫലമായി മേടിക്കുന്നുണ്ട്. T20 മത്സരിക്കുമ്പോൾ ഏകദേശം 3 ലക്ഷം രൂപയാണ് അദ്ദേഹം പ്രതിഫലമായി മേടിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഏകദേശം 3 കോടി 27 ലക്ഷം രൂപ തന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇതുകൂടാതെ അദ്ദേഹത്തെ IPL സ്വന്തമാക്കിയത് 27 കോടി രൂപയ്ക്കോളമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ക്രിക്കറ്റിൽ നിന്ന് മാത്രം ഏകദേശം 74 കോടി രൂപയിൽ അധികം സമ്പാദിക്കുന്നുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ കാർ കളക്ഷൻ ഒന്ന് നോക്കാം. കാറുകളിൽ ഒരു ശേഖരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ എല്ലാവരെ പോലെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. അങ്ങനെ ഒരു വ്യക്തിയാണ് ഋഷഭ് പന്ത്. കാരണം അദ്ദേഹത്തിന് ആകെ 5 വണ്ടിയേ ഉള്ളൂ. ആ 5 വണ്ടികളിൽ 4 പ്രീമിയം ലക്ഷറി വണ്ടികളാണ്. ഒന്ന് ഒരു സാധാരണ വണ്ടി, ഹുണ്ടായി i20 ആണ് അത്. രണ്ടാമത്തെ വണ്ടി ബെൻസ് ആണ്. ബെൻസിന് അദ്ദേഹത്തോട് ഒരു പ്രത്യേക ആരാധന ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ബാക്കിയുള്ള 4 പ്രീമിയം കാറുകളിൽ 2 എണ്ണവും മെഴ്സിഡൻസ് ബെൻസ് ആണ്. മെഴ്സിഡൻസ് ബെൻസ് GLC, മെഴ്സിഡൻസ് ബെൻസ് GLE തുടങ്ങിയവയാണ് ആ 2 ലക്ഷറി കാറുകൾ. അതുകൂടാതെ ഫോർഡ് മസ്താങ്ങും അതോടൊപ്പം തന്നെ ഓഡിയും അദ്ദേഹത്തിന്റെ ഗ്യാരേജിലുണ്ട്. അങ്ങനെ വളരെ കുറച്ച് കാറേ അദ്ദേഹത്തിനുള്ളൂ. അതോടൊപ്പം തന്നെ ആ കാറുകൾ അദ്ദേഹം പൊന്നുപോലെ സൂക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം ഡൽഹിയിൽ സ്വന്തമായിട്ടൊരു വീടൊക്കെ മേടിച്ച് ഇപ്പൊ സെറ്റിൽഡ് ആണ്. അതിന് പുറമെ അദ്ദേഹം വേറെ വീടുകളും അദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹത്തിന് മെയിൻ ആയിട്ട് ബ്രാൻഡ് എൻഡോഴ്സിൽ നിന്നും ഏകദേശം 4 കോടിയിലധികം വരുമാനം ലഭിക്കുന്നുണ്ട്. അദ്ദേഹം ഏതൊക്കെ ബ്രാൻഡിന്റെ എൻഡോഴ്സർ ആണെന്ന് നോക്കിയാൽ ആകാശ്, ഫോർമാക്സ്, സൊമാറ്റോ, D2H, ഫ്യൂസ്, അഡിഡാസ്, നൈക്ക്, റിയൽമി, JSW, ബോട്ട്, ലൈഫ് ബോയ്, മാഗി അങ്ങനെ നിരവധി കമ്പനികൾക്ക് ബ്രാൻഡിങ് നൽകുന്ന വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് മാത്രം അദ്ദേഹം കോടികളാണ് സമ്പാദിക്കുന്നത്. മാത്രമല്ല ZU എന്ന് പറയുന്ന ലോജിസ്റ്റിക് മാർക്കറ്റ് പ്ലേസിലും ടെക് ജോക്കി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ മാർക്കറ്റ് പ്ലേസിലും ഇദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഏകദേശം 74ലധികം കോടി രൂപ ഇദ്ദേഹം അതിലൂടെ സമ്പാദിക്കുന്നുണ്ട്. ഇതിനു പുറമെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന വരുമാനം വേറെ. കാരണം ഇൻസ്റ്റഗ്രാമിലൂടെ 14 മില്യണും ഫേസ്ബുക്കിൽ 5 മില്യണും യൂട്യൂബിൽ 267K അധികം സബ്സ്ക്രൈബേഴ്സും അതോടൊപ്പം തന്നെ Xൽ 4.5 മില്യൺ ഫോളോവേഴ്സുമുള്ള ഇദ്ദേഹത്തിന് അതിലൂടെയും വരുമാനം ലഭിക്കുന്നുണ്ടെന്ന് യാഥാർത്ഥ്യമാണ്. ഇത്തരത്തിൽ നിരവധിയായ സോഴ്സിൽ നിന്നുമാണ് അദ്ദേഹം ഇൻകം ഡെവലപ്പ് ചെയ്യുന്നത്. അതിനു പുറമെ IPL നിന്ന് കിട്ടുന്ന ഭീമമായ തുകയും ഇതിനുശേഷം കളി ജയിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന തുകയും അതിനുശേഷം അദ്ദേഹത്തിന്റെ സ്റ്റാർ വാല്യൂ കൂടുകയും ചെയ്യും. ഇതിന്റെ എല്ലാം വില ഇരട്ടിക്കുകയും ചെയ്യും. അങ്ങനെ ഭാവിയിൽ വലിയൊരു ബിസിനസ്മാനും ശതകോടീശ്വരനാകാൻ സാധ്യതയുള്ള ഒരു പ്ലെയറാണ് ഋഷഭ് പന്ത്.